ജഗദീപ് ധൻഖറിന്റെ രാജിയെ തുടർന്ന് നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിർണായക നീക്കങ്ങളുമായി ഭരണ പ്രതിപക്ഷ മുന്നണികൾ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വിശാല പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയെ നിർത്തും എന്നാണ് റിപ്പോർട്ടുകൾ. കോൺഗ്രസ് മത്സരിക്കുമോ, മറ്റേതെങ്കിലും കക്ഷിയെ രംഗത്തിറക്കുമോ, അതോ പൊതു സമ്മതനെ നിർത്തുമോ എന്നതിൽ ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. BJP നേതൃത്വവുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ജൂലൈ 21-നാണ് ധൻഖർ പദവി രാജിവെച്ചത്. അദ്ദേഹത്തിന്റെ രാജിക്ക് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നുണ്ട്. BJP നേതൃത്വം നൽകുന്ന NDAയും സ്ഥാനാർത്ഥി ചർച്ചകളുമായി നീങ്ങുകയാണ്. ഭരണഘടനാ പദവി ആയതിനാൽ പാർട്ടി സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കണമെന്നാണ് BJP മുതിർന്ന നേതാക്കളുടെ നിലപാട്. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ്, JP നദ്ദ, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, JDU നേതാവും രാജ്യസഭാ ഉപാധ്യക്ഷനുമായ ഹരിവംശ് നാരായൺ സിംഗ് അടക്കമുള്ള പേരുകൾ പരിഗണനയിലുണ്ട്. വെങ്കയ്യ നായിഡുവിന്റെ പിൻഗാമിയായി 2022 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ 16ാമത് ഉപരാഷ്ട്രപതിയായാണ് രാജിവെച്ച ജഗദീപ് ധൻഖർ സ്ഥാനമേറ്റത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-നാണ് നടക്കുക. നിലവിലെ കക്ഷിനില പ്രകാരം NDAക്ക് ലോക്സഭയിൽ 293-ഉം രാജ്യസഭയിൽ 133 MPമാരുടെ പിന്തുണയുണ്ട്. മറുഭാഗത്ത് ഇന്ത്യ സഖ്യത്തിന് യഥാക്രമം 234-ഉം 78-ഉം MPമാരുടെ പിന്തുണയാണുള്ളത്. മറ്റുള്ളവർ ഇരു സഭകളിലുമായി ആകെ 44 പേരാണുള്ളത്. അതിനാൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ സ്വന്തം നിലയ്ക്ക് തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ NDAക്ക് കഴിയും. ലോക്സഭയിലെയും രാജ്യസഭകളിലെയും അംഗങ്ങൾ അടങ്ങുന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനായി വോട്ട് ചെയ്യുന്നത്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ അർഹതയുണ്ട്. രഹസ്യ ബാലറ്റിലൂടെയാവും വോട്ടെടുപ്പ്.